ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ ഇതിനകത്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 26/3/2025 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/4/2025 ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ പൊസിഷനും എങ്ങനെയൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വിളിച്ചിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ഡിഫൻസ് ബാങ്കിങ് അഡ്വൈസർ ആണ്. ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാക്സിമം ഏജ് ലിമിറ്റ് 57 വയസ്സാണ്. നിങ്ങൾക്കൊരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതുപോലെ തന്നെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇതിന് ചോദിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ റിട്ടയർഡ് റാങ്ക് ഉദ്യോഗസ്ഥനായിരിക്കണം, കേണൽ അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് കേണൽ ആയിരിക്കണം, ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിലൊക്കെ എന്നാണ് പറയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ബാങ്കർ ആണ്. പ്രൈവറ്റ് ബാങ്കർ റേഡിയൻസ് പ്രൈവറ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തത് 3 വേക്കൻസിയാണ്. മിനിമം ഏജ് 33, മാക്സിമം ഏജ് 50 വയസ്സ് വരെയാണ് പറ്റുന്നത്. ഇപ്പം ഇതിന് എന്താണ് വേണ്ടത്? മാൻഡേറ്ററി ആയിട്ട് വേണം നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 വർഷത്തെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്ലോമ മാനേജ്മെൻറ്റിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മിനിമം 12 വർഷത്തെ റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് വേണം. അതായത് ഫീൽഡിൽ നിന്ന് ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതോടൊപ്പം തന്നെ ഇനി മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഹെഡ് ആണ്. ഗ്രൂപ്പ് ഹെഡ് വിളിച്ചിരിക്കുന്ന 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിനിമം ഏജ് 31 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിന് 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയപ്പെടുന്നുണ്ട്. വെൽത്ത് മാനേജ്മെൻറ്റ്, റീറ്റെയിൽ ബാങ്കിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രി എന്നിവയിലേക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതോടൊപ്പം തന്നെ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയുന്നുണ്ട്. ഇനി ടെറിട്ടറി ഹെഡ് എന്ന് വിളിച്ചിരിക്കുന്നത് 17 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 27 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഡിഗ്രി ഉണ്ടായിരിക്കണം. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ വേണം. അതോടൊപ്പം തന്നെ മിനിമം 6 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണം. ഇൻ വെൽത്ത് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്, അതായത് ടീം ലീഡറായിട്ട്. നെക്സ്റ്റ് സീനിയർ റിലേഷൻഷിപ്പ് മാനേജറാണ് വിളിച്ചിരിക്കുന്നത്. 101 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 24 മുതൽ 35 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അത് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയപ്പെടുന്നത്. എവിടെയെന്ന് ചോദിച്ചാൽ പബ്ലിക് ബാങ്കിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കിൽ, ഫോറിൻ ബാങ്കിൽ അല്ലെങ്കിൽ ബ്രോക്കിംഗ് ഫേംസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫേംസ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിലായിരിക്കണം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വെൽത്ത് സ്ട്രാറ്റജിസ്റ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഷുറൻസിലേക്ക് 18 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിനിമം ഏജ് 24, മാക്സിമം ഏജ് 45 വിളിച്ചിരിക്കുന്നത്. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് ഹെഡ് പ്രൈവറ്റ് ബാങ്കിങ്ങിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 24 മുതൽ 45 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ വേണം. 3 വർഷത്തെ റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ പോർട്ട്ഫോളിയോ റിസർച്ച് അനാലിസ്റ്റ് ആണ്. 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിനിമം 22 വയസ്സ് വരെ 45 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇതിന് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക എന്നാൽ മതി. അത് റിസർച്ച് അനാലിസ്റ്റിനകത്ത് അതുപോലെ വെൽത്ത് മാനേജ്മെൻറ്റ് വിത്ത് ലീഡിങ് പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് ഫോറിൻ ബാങ്ക്സ് അല്ലെങ്കിൽ ബ്രോക്കിംഗ് സെക്യൂരിറ്റി ഫേംസ് എന്നിവയിലായിരിക്കണം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം എന്നിവിടെ മസ്റ്റായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ റിസർവേഷൻ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെപ്യൂട്ടി ഡിഫൻസ് ബാങ്കിങ് അഡ്വൈസറിലേക്ക് SC, ST, OBC, EWSന് വേക്കൻസി ഇല്ല. ജനറലാണ് 1 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് ടോട്ടൽ 1 വേക്കൻസി. അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ കാൻഡിഡേറ്റിനും, അതായത് ഓരോ കാൻഡിഡേറ്റിനും ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഒറ്റൊരു പോസ്റ്റ് മാത്രമേ പറ്റത്തുള്ളൂ. നോക്കി വേണം അപ്ലൈ ചെയ്യാൻ. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ SCക്ക് 5 വർഷത്തെ ഏജ് ലിമിറ്റ്, STക്ക് 5 വർഷത്തെ ഏജ് ലിമിറ്റ്, OBCക്ക് 3 വർഷത്തെ, അതായത് ബാക്കിയുള്ള
കാറ്റഗറീസിന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എവിടൊക്കെയാണ് പോസ്റ്റിംഗ് കിട്ടുന്നത്, ആ പോസ്റ്റിങ്ങിന് എത്രയായിരിക്കും നിങ്ങൾക്ക് സാലറി അപ് ടു പോകുന്നത് എന്നൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാംഗ്ലൂരു, അതുപോലെ തന്നെ ന്യൂഡൽഹി, പൂനെ, കൊൽക്കത്ത, ലക്നൗ, അഹമ്മദാബാദ്, കാൺപൂർ, നാഗ്പൂർ, അതുപോലെ തന്നെ വഡോദര, വാരണാസി, അഹമ്മദാബാദ്, പ്രയാഗ്രാജ്, ബാംഗ്ലൂർ ലൊക്കേഷൻ വരുന്ന പോസ്റ്റിങ്ങിന് വരുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫീ വരുവാണെങ്കിൽ ജനറൽ കാറ്റഗറി OBC EWS കാൻഡിഡേറ്റിന് 600 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഈ സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ റിട്ടേൺ എക്സാം ഇല്ല. ആദ്യം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂവിനായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ബയോഡേറ്റ ആദ്യം അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, അതർ റെലവൻറ്റ് ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ www.bankofbaroda.in എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുക്കുക. അവിടെ കരിയർ സെക്ഷൻ എടുത്തതിന് ശേഷം കറണ്ട് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ടാബിലായിരിക്കും ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കൊക്കെ കിടക്കുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ജോബിൻ്റെ പ്രൊഫൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഇതിൻ്റെ താഴെ ഓരോ കാസ്റ്റിൻ്റെയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പം താമസിയാതെ അപ്ലൈ ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യുക. താങ്ക് യു.